നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മുഖ്യമന്ത്രിയുടെ മകളും മന്ത്രിപത്നിയുമായ വീണ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ വരുന്ന തിങ്കളാഴ്ച തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി വിധി പറയും. CMRLന് കരിമണൽ ഖനനാനുമതി നൽകിയതിന് പ്രതിഫലമായി വീണയ്ക്ക് 1,72,00,000 രൂപ ലഭിച്ചെന്നാണ് ഹർജിക്കാരൻ്റെ വാദം. ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് വ്യക്തമാക്കുന്ന 4 രേഖകൾ കൂടി ഹർജിക്കാരൻ ഇന്ന് കോടതിയിൽ ഹാജരാക്കി. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഈ രേഖകൾ കൂടി പരിശോധിച്ച ശേഷമാവും കോടതി വിധി പറയുക. ജന ഡിബേറ്റ് പരിശോധിക്കുന്നു: പിണറായി കുടുങ്ങുമോ? BJP വക്താവ് TP ജയചന്ദ്രൻ മാസ്റ്റർ, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു, LDF വക്താവ് അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് സേനാപതി വേണു, കരിമണൽ ഖനനം റദ്ദാക്കിക്കൊണ്ടുള്ള കേന്ദ്ര മൈനിംഗ് മന്ത്രാലയത്തിൻ്റെ ഉത്തരവ്, CMRLന് ഖനനാനുമതി നൽകിയ ഉത്തരവ്, CMRLന് അനുകൂലമായി തീരുമാനമെടുത്ത പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെയും ആലപ്പുഴ ജില്ലാ കലക്ടറുടെയും ഉത്തരവുകൾ, ഇങ്ങനെ 4 രേഖകളാണ് ഹർജിക്കാരനായ മാത്യു കുഴൽനാടൻ MLA ഇന്ന് ഹാജരാക്കിയത്. മുഖ്യമന്ത്രിയുടെ പ്രത്യേക താൽപ്പര്യവും അവിഹിതമായ ഇടപെടലും തെളിയിക്കാൻ ഈ രേഖകൾ പര്യാപ്തമാണോ? നമ്പ്യാരെ, പര്യാപ്തമാണോ എന്ന് ചോദിച്ചാൽ ഈ രേഖകൾ ആവശ്യത്തിലധികം പര്യാപ്തം എന്ന് മാത്രമല്ല, ഇറ്റ് ഈസ് മോർ ദാൻ സഫിഷ്യന്റ്. അതാണ് നിയമത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയാനായിട്ടുള്ളത്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം, ഇത് മാത്യു കുഴൽനാടന്റെ ഹർജിയെ സംബന്ധിച്ച് കോടതി പറഞ്ഞ 2 കാര്യം. ഒന്ന്, മാത്യു കുഴൽനാടൻ ആവശ്യപ്പെട്ടത് കോടതിയുടെ നേരിട്ടുള്ള മോണിറ്ററിംഗിൽ ഇതിന്റെ അന്വേഷണം നടക്കണം, എങ്കിൽ മാത്രമേ ഇത് തെളിവുകൾ പുറത്തു വരികയുള്ളൂ. മറിച്ച് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വിജിലൻസിലേക്ക് ഇതിനെ അന്വേഷണത്തിന് വിട്ടുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സംഭവിക്കാൻ പോകുന്നത് എന്ത് എന്നറിയാം. കാരണം ഈ രേഖകളൊന്നും പരിശോധിക്കപ്പെടില്ല. ഇപ്പോ തിരുവനന്തപുരത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. അവിടെ HL യദു എന്ന് പറയുന്ന ഡ്രൈവർ കൊടുത്ത പരാതി, ആ പരാതിക്ക് തെളിവിനാസ്പദമായിട്ടുള്ള CCTV ദൃശ്യങ്ങളും ക്യാമറയുടെ ഹാർഡ് ഡിസ്ക് പോലും മോഷണം പോകുന്ന സ്ഥിതിവിശേഷമാണ് നമ്മളിപ്പോൾ വർത്തമാന കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു നാട്ടിൽ മുഖ്യമന്ത്രിക്കെതിരെ വന്നിരിക്കുന്ന ഒരു പരാതിയെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വിജിലൻസ് അന്വേഷണം നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തെളിവുകൾ നശിപ്പിക്കപ്പെടും. അതുകൊണ്ട് കോടതി നേരിട്ട് അന്വേഷണം നടത്തണം. കോടതി നേരിട്ട് അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ശ്രീ മാത്യു കുഴൽനാടൻ ഇന്ന് ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതി മുമ്പാകെ അദ്ദേഹം സുപ്രധാനമായ 4 രേഖകൾ കൊണ്ടുവന്നിരുന്നു. നമ്പ്യാരെ, നമുക്കറിയാം ഈ വിവാദം ഉണ്ടാകുന്നത് 12/6/2023 ഇൻകം ടാക്സ് ഇന്ററിയം സെറ്റിൽമെന്റ് ബോർഡിന്റെ അന്തിമ ഉത്തരവും ആ ഉത്തരവിലെ അത് നമ്മൾ പലവട്ടം ഇവിടെ ചർച്ച ചെയ്തതാണ്. ഞാൻ അതിന്റെ നാൾവഴിയിലേക്ക് പോകുന്നില്ല. അപ്പോ അന്ന് മുതൽ കേരളം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഈ 1.72 കോടി രൂപ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് ചെന്നിരിക്കുന്നത്, അത് ചെല്ലാനുള്ള കാരണവും ആയതിനെ സംബന്ധിച്ച് നടക്കുന്ന അന്വേഷണങ്ങൾ. ഇതിന്റെ അകത്ത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണം, SFIയുടെ അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞ് CMRL കോടതിയിൽ പോകുന്നു, KSIDCയിൽ കോടതി പോകുന്നു. അവിടെയൊക്കെ ഹൈക്കോടതി, കർണാടക ഹൈക്കോടതിയും കേരള ഹൈക്കോടതിയും ഒക്കെ ചോദിച്ച ചോദ്യം, ഇതിനകത്ത് എന്താണ് മറയ്ക്കാനുള്ളത്, സത്യസന്ധമായ അന്വേഷണം നടന്നാൽ പോരെയെന്ന്. സത്യസന്ധമായ അന്വേഷണം നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ബഹുമാന്യനായ ശ്രീ മാത്യു കുഴൽനാടൻ തിരുവനന്തപുരം വിജിലൻസ് കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആത്യന്തികമായിട്ട് ഇതിന്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീ നമ്പ്യാരോട് സൂചിപ്പിച്ച 2019 കേന്ദ്ര ഗവൺമെന്റ് സ്വകാര്യ മേഖലയിലെ എല്ലാ കരിമണൽ ഖനനവും നിർത്തിയതാണ്. അപ്പൊ അത് കേരളത്തിന് ബാധകമാണോ? 2019 കേരളം ഉൾപ്പെടെ ഇന്ത്യയിലെ എല്ലാ സ്വകാര്യ കരിമണൽ കമ്പനികളുടെയും ഖനനം നിർത്തിയിട്ട് എന്തുകൊണ്ട് 2024 ഫെബ്രുവരിയിൽ മാത്യു കുഴൽനാടൻ ഈ കേസുമായി പോകുന്നത് വരെ ഈ ഉത്തരവ് ഫ്രീസ് ചെയ്യപ്പെടാതെ കേരളത്തിൽ നിൽക്കും? അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ. ഈ 1.72 കോടി രൂപ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കിട്ടിയ പ്രതിഫലം അത് മകൾക്ക് മാത്രമായിട്ട് കൊടുത്തിട്ടുള്ളതല്ല. അത് മുഖ്യമന്ത്രിയിൽ നിന്ന് ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ലഭിക്കേണ്ട വഴിവിട്ട ആനുകൂല്യം, ആ വഴിവിട്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി കൊടുത്തിട്ടുള്ള പ്രതിഫലമാണ്. അപ്പൊ ഇതിനകത്ത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടിയെ പോലെ തന്നെ ഈ 1.72 കോടിയുടെ ഗുണഭോക്താവും ആ ഗുണഭോക്താവ് എന്ന നിലയിൽ വഴിവിട്ട നിലയിൽ ഇവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്തിരിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. 2, ഇതിനകത്ത് വന്നിരിക്കുന്നത് 60 ഏക്കർ സ്ഥലം
സബ്ജക്ട് ടു പ്രൂഫ് 60 ആണോ 50 ആണോ എന്ന് ഏക്കർ സ്ഥലം. നമുക്കറിയാം കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമപ്രകാരം സ്വകാര്യ വ്യക്തികൾക്കോ കമ്പനിക്കോ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഭൂമിയുടെ അളവ് എന്ന് പറയുന്നത് അത് 15 ഏക്കർ മാത്രമാണ്. ഇവർക്ക് 60 ഏക്കർ ഭൂമി ഹോൾഡ് ചെയ്യാൻ അനുമതി. ഹലോ ഹലോ പറഞ്ഞോളൂ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദ വീട്ടിൽ നിന്ന് ഉള്ള ശബ്ദമാണ് അത്. അഡ്വക്കേറ്റ് ബലദേവ്, അപ്പൊ ഞാൻ പറഞ്ഞത് ഇവർക്ക് 60 ഏക്കർ ഭൂമി ഹോൾഡ് ചെയ്യാനായി ജില്ലാ വികസന സമിതിയുടെ പേര് പറഞ്ഞുകൊണ്ട് അതിനുള്ള അനുമതി കൊടുത്തിരിക്കുകയാണ്. ആ അനുമതിയിലും സംസ്ഥാന ഗവൺമെന്റും റവന്യൂ വകുപ്പും കൂടെ ചേർന്ന്, അത് മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യപ്രകാരം ആണ് എന്നുള്ളതാണ്. എന്നിട്ട് അതിന് കണ്ടെത്തിയിരിക്കുന്ന വളഞ്ഞ വഴി എന്താണെന്നറിയോ? ഈ മൈനിങ്, അതായത് സ്വകാര്യ മേഖലയിലെ മൈനിങ് അത് പൂർണ്ണമായും കേന്ദ്ര ഗവൺമെന്റ് നിരോധിച്ചു കഴിഞ്ഞപ്പോൾ ഇവരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മറ്റേതെങ്കിലും പ്രോജക്റ്റ്, അതായത് മൈനിങ് നടത്തുന്ന ഒരു കമ്പനി മറ്റേതെങ്കിലും പ്രോജക്റ്റ്, ആ പ്രോജക്റ്റ് എന്താണ്? ടൂറിസത്തിന് വേണ്ടി. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടൂറിസത്തിന്റെ മന്ത്രി എന്ന് പറയുന്നത് ആരാണ്? ഇതിന്റെ നെക്സസ്, അൺഹോളി നെക്സസ് പോകുന്നതാണ്. ഈ 60 ഏക്കർ സ്ഥലം വഴിവിട്ട രീതിയിൽ ഇവർക്ക് കിട്ടുന്നു. വഴിവിട്ട രീതിയിൽ കിട്ടിയ സ്ഥലത്ത് മൈനിങ് നടക്കില്ല, കാരണം ഇന്ത്യയിൽ എല്ലായിടത്തും മൈനിങ് നിരോധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇവരോട് പറയുന്നത് നിങ്ങൾ മറ്റേതെങ്കിലും പ്രോജക്റ്റ് കൊടുക്കുക. മൈനിങ് കമ്പനിക്കാരന് ടൂറിസത്തിൽ എന്താണ് ബന്ധമുള്ളത്? അപ്പൊ പിന്നെ ടൂറിസത്തിന്റെ പ്രോജക്റ്റ് കൊടുക്കുന്നു. ടൂറിസത്തിന്റെ പ്രോജക്റ്റ് കൊടുക്കുമ്പോൾ അതിന് അനുമതി, അത് പറയുന്നത് എന്താണെന്നറിയോ? 300 ആളുകൾക്ക് പ്രത്യക്ഷമായും അത്രയും അധികം ആളുകൾക്ക് പരോക്ഷമായും തൊഴിൽ കിട്ടുന്നു. ഇനി ടൂറിസവും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ബന്ധം ഞാനത് പറയേണ്ട കാര്യമില്ലോ, ബലദേവ് സച്ചിദാനന്ദനും അറിയാം. അപ്പോ ഈ നെക്സസ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോ ഇതിനകത്ത് എന്താ പറഞ്ഞത്, ഇതിന്റെ എല്ലാം ഗുണഭോക്താവ് ആത്യന്തികമായിട്ട് വരുന്നത് ആര് എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളുമാണ്. ഇനി അതിലും കുറച്ചുകൂടി എന്താ പറഞ്ഞ രസകരമായിട്ടുള്ള സംഭവമാണ് ഇനി മൂന്നാമത്തെ ഘട്ടത്തിൽ വന്നിരിക്കുന്നത്. മൂന്നാമത്തെ ഘട്ടത്തിൽ വന്നിരിക്കുന്നത് എന്താന്ന് ചോദിച്ചാല്, തോട്ടപ്പള്ളി സ്പീൽവേയിൽ 2018 പ്രളയകാലത്ത് അടിഞ്ഞുകൂടിയിട്ടുള്ള മണല്, അവിടെ യഥാർത്ഥത്തിൽ അടിഞ്ഞുകൂടുന്നതെന്ന് പറഞ്ഞാൽ സാൻഡ് അല്ല, ഈ കരിമണലാണ്. അത് നഷ്ടപ്പെടാതെ നീക്കം ചെയ്യുന്നതിന് എന്താ പറഞ്ഞ ഈ നിയമം വെച്ച്, അതായത് ഗവൺമെന്റിൽ നിക്ഷിപ്തമായിരിക്കുന്ന, കളക്ടറിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് വെച്ച് ഇത് നീക്കം ചെയ്യാനുള്ള അനുമതിയിലൂടെ ഏതാണ്ട് 45,000 കോടിയുടെയാണ് ഈ സാധനം അടിച്ചു മാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സ്വകാര്യ കമ്പനിക്കുള്ള ഖനനത്തിന്റെ അനുമതി ഇല്ലാത്ത ഒരു ഘട്ടത്തില് ഈ രീതിയിലുള്ള വഴിവെട്ട പ്രവർത്തനങ്ങളിലൂടെ വലിയ സാമ്പത്തിക ലാഭം ആർക്ക് ലഭിച്ചിരിക്കുന്നു? CMRL ലഭിച്ചിരിക്കുന്നു. അത് ലഭിക്കുന്നതിന് വഴിയൊരുക്കി കൊടുത്തത് ആരാണ്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി എങ്ങനെ വഴിയൊരുക്കി കൊടുത്തു? 19 ഈ കരിമണൽ നിരോധിച്ച ഉത്തരവ് 24 വരെ അതിനെ ഫ്രീസ് ചെയ്യാതെ ആ ഉത്തരവ് തുടരാൻ അനുമതി കൊടുത്തു. തോട്ടപ്പള്ളി സ്പീൽവേയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കരിമണൽ മാറ്റാൻ ഈ കമ്പനിക്ക് അനുമതി കൊടുത്തിരിക്കുന്നു. അതിന് ഓരോ ടണ്ണിനും എത്ര രൂപയാണ് കിട്ടിയിരിക്കുന്നത് അത് പരിശോധിക്കണം. 60 ഏക്കർ ഭൂമി ഈ കമ്പനിക്ക് വാങ്ങുവാനും ആ ഭൂമി കൈവശം വെച്ച് അവിടെ ടൂറിസത്തിന്റെ മറവിൽ, കരിമണൽ ഖനനം നിരോധിച്ചപ്പോൾ അത് ടൂറിസത്തിന്റെ മറവിൽ ഇവർക്ക് വിട്ടുകൊടുക്കുന്നതിനുമുള്ള നടപടികൾ. അപ്പൊ ഇതിന്റെ എല്ലാം പ്രതിഫലമാണ് മുമ്പ് നമ്മൾ സൂചിപ്പിച്ച ഈ 1.72 കോടി എന്ന് പറയുന്നത്. അപ്പോ ഈ അൺഹോളി നെക്സസ് അത് വളരെ വിപുലമാണ്. ആ വിപുലമായ നെക്സസ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നതാണ് ബഹുമാന്യായ ശ്രീ മാത്യു കുഴൽനാടൻ ഇന്ന് തിരുവനന്തപുരത്തെ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന രേഖകൾ. ഈ രേഖകളെ കുറിച്ച് സത്യസന്ധമായ അന്വേഷണം നടന്നാൽ, നമ്പ്യാരെ, ഒരു സംശയവും വേണ്ട, അങ്ങയുടെ ഇന്നത്തെ ഡിബേറ്റിന്റെ തലക്കെട്ട് അത് യാഥാർത്ഥ്യമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അങ്ങോട്ടേക്ക് അന്വേഷണം എത്തുമോ എന്നുള്ളതാണ് കേരളം കാതോർക്കുന്നത്. എത്തുകയാണ് എങ്കിൽ ഒരു സംശയവും വേണ്ട, ഇത് കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കുംഭകോണങ്ങളിൽ ഒന്നായി മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതാണ് ഇന്ന് വിജിലൻസ് സമർപ്പിച്ചിരിക്കുന്ന രേഖകളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഓക്കെ, അഡ്വക്കേറ്റ് ബലദേവ, വിജിലൻസ് അന്വേഷണത്തിന് പര്യാപ്തമായ തെളിവുകൾ, മോർ ദാൻ സഫീഷ്യൻറ്റ് എവിഡൻസസ് എന്നാണ് അഡ്വക്കേറ്റ് സേനാപതി വേണു പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് വലിയ നിയമപരിജ്ഞാനമൊന്നുമില്ല, പക്ഷേ ഈ കേട്ടതിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യം, അതുപോലെ അദ്ദേഹത്തിൻ്റെ അവിഹിതമായിട്ടുള്ള ഇടപെടൽ. ഇപ്പോൾ നോക്കൂ, കേന്ദ്രം ഖനനം റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് 2019 ഇറക്കിയിട്ടും CMRLനെ വിലക്കിയില്ല, അതിവിടെ ഫ്രീസ് ചെയ്തില്ല. എന്തുകൊണ്ട്? മാത്രമല്ല, ഈ റദ്ദാക്കൽ ഉത്തരവ് വന്ന ശേഷം മുഖ്യമന്ത്രി സാഹചര്യം പരിശോധിക്കുമെന്ന് ഫയലിൽ എഴുതിയിട്ടുണ്ട്. ആ ഫയലും ആ ഡോക്യുമെൻറ്റും ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്.
മുഖ്യമന്ത്രി റിവ്യൂ ചെയ്തതിന് ശേഷവും CMRൽ ഖനനം തുടർന്നെങ്കിൽ അതിനുള്ള പ്രേരണയും പ്രചോദനവും എവിടെ നിന്നാണ്? ഇന്ന് കോടതിയിൽ അദ്ദേഹം 4 രേഖകൾ ഹാജരാക്കി. അത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ രേഖകളാണ്, അല്ല അദ്ദേഹത്തിന്റെ വ്യക്തമായിട്ടുള്ള രേഖകളൊന്നുമല്ല. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് KREML, അതായത് CMRL എന്ന് പറയുന്ന മദർ സംഘടനയുടെ കീഴിലുള്ള ഒരു സബ്സിഡറി ഓർഗനാണ് KREML, കേരള റയർ എർത്ത് മിനറൽ ലിമിറ്റഡ്. അതിന്റെ MD ആയിട്ടുള്ള ശ്രീശരൺ കർത്ത ഒരു കത്ത് കൊടുത്തു. ആ കത്തിലെ കാര്യങ്ങളാണ് ഒരു പരിധിവരെ സേനാപതി വേണു പറഞ്ഞത്. 300 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന കാര്യവും ഈ താലൂക്കിലുള്ള കുളത്തൂപ്പയാണ് താലൂക്ക്, ആ താലൂക്കിലുള്ള ഏകദേശം 31 ഏക്കർ സ്ഥലം സിംഗിൾ വിൻഡോ ക്ലിയറൻസിലൂടെ നൽകണം. അത് KSDCക്കാണ് കത്ത് കൊടുത്തത്. ഇതിനകത്ത് ഞങ്ങൾക്ക് അവിടെ തൃക്കുന്നപ്പുഴ താലൂക്കിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇത് മൈനിങ് ഏരിയയുടെ പരിധിയിൽ വരുന്ന സ്ഥലമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ശശിധരൻ കർത്ത കൊടുത്ത കത്താണ് ഒന്ന്. മറ്റൊന്ന്, ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന നമ്മുടെ കേരളത്തിൽ 1957 മൈൻസ് ആൻഡ് മിനറൽസ് ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് ഉണ്ട്. ഇത് 2016 അറ്റോമിക് മിനറൽസ് കൺസെഷൻ റൂൾസ് മാറ്റിയിരുന്നു. അതിനുശേഷം 2019 ഫെബ്രുവരി 19 ഒന്നാമത്തെ അമെന്റ്മെന്റ്, 2019 ഫെബ്രുവരി 20 രണ്ടാമത്തെ അമെന്റ്മെന്റ് സെക്ഷൻ 4A ആയിട്ട് ബന്ധപ്പെട്ടു. അതിലാണ് പ്രൈവറ്റ് പേഴ്സൺസ് ആൻഡ് കമ്പനീസ് അവരെല്ലാവരെയും ഈ മൈനിങ് ഏരിയ അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വരുന്ന മൈനിങ് ഏരിയകളിൽ സ്വകാര്യ വ്യക്തികൾക്കോ സ്വകാര്യ കമ്പനികൾക്കോ മൈനിങ് അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ ഡയറക്ടറും അതിന്റെ സെക്രട്ടറിയുമായിരുന്ന ഡോക്ടർ വീണകുമാർ കൊടുത്തിരുന്ന കത്ത് ചീഫ് സെക്രട്ടറിക്കൊക്കെ വന്ന കത്താണ്. ഇതൊക്കെയാണ് അദ്ദേഹം പ്രധാനമായിട്ടും 4 രേഖകൾ കോടതിയിൽ ഹാജരാക്കി. അപ്പോൾ ശരിയാണ്, 2019 രണ്ടാമത്തെ അമെന്റ്മെന്റിലൂടെ സ്വകാര്യ വ്യക്തികൾക്കും കമ്പനികൾക്കും മൈനിങ് ഏരിയയായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ മൈൻ ചെയ്യാൻ പാടില്ല, അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വരുന്നതാണ്, മറ്റു മൈനുകൾക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓർഡർ വന്നു. അത് ഞാൻ അഡ്മിറ്റ് ചെയ്തു. പക്ഷേ ഒരു അഡ്വക്കേറ്റ് എന്നുള്ള തന്നെ ഞാൻ കാണുകയാണ് കോടതിയിൽ ഇതിന് എങ്ങനെ വരുമെന്നുള്ളത്. ഈ പറഞ്ഞിരിക്കുന്ന ഈ 4 രേഖകൾ ഏതെങ്കിലും ഇതിനകത്ത് മുഖ്യമന്ത്രി, ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് 1,72,00,000 രൂപ ഈ CMRL എന്ന് പറയുന്ന കമ്പനി കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് അത് നമ്മൾ ഒത്തിരി ചർച്ച ചെയ്തതാണ്. അതിന്റെ ലീഗാലിറ്റിക്ക് ഞാൻ പോകുന്നില്ല. ആ 1,72,00,000 രൂപയുമായിട്ട് ബന്ധപ്പെടുത്താൻ ഇതിനകത്ത് എന്താ ലിങ്ക് ഉള്ളത്? നമ്മളൊരു കാര്യം ഒരു കോടതിയിൽ ഒരു വക്കീൽ കേസ് നടത്തുമ്പോൾ അതിന് വക്കീലന്മാർ, വിവരമുള്ള വക്കീലന്മാർ ഡിഫൻസ് കേസ് കൊണ്ടുവരും. അപ്പൊ അതിന് കോടതി തന്നെ പറയുന്നത് നമ്മളൊരു കേസ് നടക്കുമ്പോൾ മറ്റൊരു രീതിയിലും സംഭവിക്കാം. അതാണ് ഡിഫൻസ് കേസ് ഞങ്ങൾ ഇടുന്നത്. ദർ ഷുഡ് ബി എ ഡയറക്റ്റ് നെക്സസ്. ആ 2 കേസുകൾ തമ്മിൽ ഒരു പ്രോബബിലിറ്റി ഉണ്ടായിരിക്കും. നമ്മളൊരു കേസിനെതിരെ മറ്റൊരു കേസ് ഫ്രെയിം ചെയ്യുമ്പോൾ ഈ നമ്മൾ ഫ്രെയിം ചെയ്യുന്ന രീതിയിലും ആ കേസ് സംഭവിക്കും. എങ്കിലേ ആ ഡിഫൻസ് നിൽക്കും. എന്തെങ്കിലുമായിട്ടൊന്നും ഡിഫൻസ് തരം നിൽക്കില്ല. ഇവിടെ ഇതിനകത്ത് എങ്ങനെയാണ് CMRL എന്ന് പറയുന്ന കമ്പനി എക്സാലോജിക് എന്ന കമ്പനിക്ക് ഒരു എഗ്രിമെന്റിലൂടെ 1,72,00,000 രൂപ കൊടുത്തു? അതും ഇതുമായിട്ട് എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും? രണ്ടും രജിസ്റ്റേർഡ് കമ്പനികളാണ്. കമ്പനീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 2 കമ്പനികളാണ്. കമ്പനീസ് ആക്ടിലെ നിയമങ്ങളൊക്കെ നമ്മൾ ഒത്തിരി ചർച്ച ചെയ്താണ്. കമ്പനീസ് ആക്ട് അനുസരിച്ച് വയലേഷൻ വന്നാൽ അത് അന്വേഷിക്കാൻ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഉണ്ട്. അതിന് മുകളിൽ സീരിയസ് ഫ്രോഡ് ഏജൻസി ഉണ്ട്. അവരുടെ അന്വേഷണം നടക്കുകയാണ്. EDയുടെ അന്വേഷണം നടക്കുകയാണ്. അതിന് മുകളിൽ വരില്ല ഇതിന്റെ അന്വേഷണം ഒന്നും. ഈ കോടതിയുടെ അധികാര പരിധിയിൽ പോലും ഇതിനകത്ത് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിധി തിങ്കളാഴ്ച വരട്ടെ. കാര്യം ഇതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ അഴിമതി നടന്നോ നടന്നില്ലയോ, CMRL കൊടുത്ത പണം അഴിമതിക്ക് വേണ്ടിയാണോ? അല്ല, അന്വേഷിച്ചാലല്ലേ അത് തെളിയുള്ളൂ. അഴിമതി നടന്നോ ഇല്ലയോ എന്നുള്ളത് വിജിലൻസ് ഞാനതാണ് പറഞ്ഞത്. ഈ പറഞ്ഞിരിക്കുന്ന 4 രേഖകളും ഈ 1,72,00,000 രൂപ CMRL എക്സാലോജിക്കും തമ്മിൽ ബാങ്ക് വഴി നടന്ന ലീഗൽ ട്രാൻസാക്ഷനാണ്. ആ ട്രാൻസാക്ഷൻ ലീഗലാണ്. ഒരു സേവനത്തിനും അല്ല ആ 1,72,00,000 രൂപ കൊടുത്തത്. അത് ആ സ്ഥാപനത്തിന്റെ മേധാവി ശശിധരൻ കർത്ത പറഞ്ഞിട്ടുണ്ട്, CFO പറഞ്ഞിട്ടുണ്ട്, ചീഫ് ജനറൽ മാനേജർ പറഞ്ഞിട്ടുണ്ട്, IT വകുപ്പിലെ 2 ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല വേറൊരു കാര്യം കൂടി, അഡ്വക്കേറ്റ് ബലദേവ് അത് മനഃപൂർവ്വം മറച്ചു വെക്കുകയാണ്. ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഫൈൻഡിങ്ങിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് കേരളത്തിലെ പ്രമുഖനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകളായതുകൊണ്ട്, ആ പേര് പറഞ്ഞില്ല എന്നേ ഉള്ളൂ, PV മകളായതുകൊണ്ടാണ് ഈ ഇത്രയും പണം കിട്ടിയത് എന്ന് പറഞ്ഞിട്ടുണ്ട് സാർ.
ആയിക്കോട്ടെ, പക്ഷെ അതൊന്നും ഈ പറയുന്നതൊന്നും കോടതിയിൽ ഒരു എവിഡൻസ് ആയിട്ട് വരുന്ന കാര്യങ്ങളല്ല. അല്ല, കോടതിക്ക് പിന്നെ എന്താ വേണ്ടത്? ഇതിനപ്പുറം എന്ത് തെളിവാ വേണ്ടത്? താങ്കൾ പറയുന്നു കണക്ടിങ് എവിഡൻസ് ഇല്ലാന്ന്. ഇനി എന്ത് കണക്ടിങ് എവിഡൻസാ വേണ്ടത്? ഇല്ല നമ്പ്യാരെ, ഞാൻ പറയട്ടെ, ഞാനും നമ്പ്യാരും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കും. അത് രജിസ്റ്റേർഡ് എഗ്രിമെന്റ് ആണ്. ഇവിടെ രണ്ട് കമ്പനികൾ തമ്മിലുള്ള എഗ്രിമെന്റ് രജിസ്റ്റേർഡ് എഗ്രിമെന്റ് ആണ്. ആ രജിസ്റ്റേർഡ് എഗ്രിമെന്റ് വഴി ഞാൻ നമ്പ്യാർ കുറെ പണം തരുന്നു, ഒരു എഗ്രിമെന്റ് വഴി എനിക്ക് ഇന്ന സേവനം ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ 5 കോടിയോ 50 ലക്ഷമോ ഞാൻ തരുന്നു വിചാരിക്കാം. അനിൽ നമ്പ്യാർ ആ സേവനം എനിക്ക് തന്നില്ലെങ്കിൽ എനിക്ക് അഗ്രീവ്ഡ് പേഴ്സൺ ഞാനാണ്. എനിക്ക് ഇത്ര കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കി, ആ നഷ്ടം എനിക്ക് ആ കമ്പനിയിൽ നിന്ന് ഈടാക്കി തരണം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കോടതിയിൽ ഒരു സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യാം, ബ്രീച്ച് ഓഫ് എഗ്രിമെന്റ്. ആ സിവിൽ മാത്രമേ അവിടെ നിൽക്കത്തുള്ളൂ. എനിക്ക് കാര്യം എഗ്രിമെന്റ് അല്ലാതെ തട്ടിപ്പല്ല. ഇവിടെ രണ്ടുപേര് തമ്മിലുള്ള എഗ്രിമെന്റ് അനുസരിച്ച് ഞാൻ ഇപ്പോൾ നമ്പ്യാർക്ക് എനിക്കൊരു സേവനം ചെയ്തു തരാം, ഇത്ര നാളത്തേക്ക് ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ചാനൽ നിങ്ങളുടെ കാര്യങ്ങൾ ഇത്ര നാൾ അവതരിപ്പിക്കാം എന്ന് പറഞ്ഞ് എന്റെ ഇന്ന് പണം വായിക്കുന്ന എഗ്രിമെന്റിലൂടെ ഞാൻ ബാങ്ക് വഴി പണം ട്രാൻസ്ഫർ ചെയ്തു. നിങ്ങൾ അത് ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് എന്താ ചെയ്യാവുന്നത്? എനിക്ക് സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യാൻ അഗ്രിമെന്റ് നിങ്ങൾ അത് വയലേറ്റ് ചെയ്തതിന്, വയലേഷൻ ഓഫ് എഗ്രിമെന്റ് അല്ലെങ്കിൽ ബ്രീച്ച് ഓഫ് എഗ്രിമെന്റിന് എനിക്ക് സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യാൻ ക്രിമിനൽ കേസ് പോലെ അവിടെ നിൽക്കില്ല. കാരണം അവിടെ ഒരു എഗ്രിമെന്റ് ആണ്, എഗ്രിമെന്റ് വയലേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് എങ്ങനെ ക്രിമിനൽ കേസ് നിൽക്കും? ആ എക്സാലോജിക്കും CMRL തമ്മിൽ ഇടപാടിലാകെ ചെയ്യാവുന്നത് CMRLന് നഷ്ടത്തിന് വേണ്ടി കേസ് ചെയ്യാം. പിന്നെ കമ്പനീസ് ആക്ട് അനുസരിച്ച് സേവനം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കമ്പനിക്ക് വേണ്ടി വന്നാൽ CMRLന്റെയോ അല്ലെങ്കിൽ എക്സാലോജിക്കിനെതിരെയോ നടപടികൾ സ്വീകരിക്കാം. അല്ല, നിങ്ങൾ ഈ പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ ഇതിനകത്ത് നിൽക്കത്തില്ല. ഇന്റർ സെറ്റിൽ ബോർഡിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? പ്രത്യേകിച്ച് അവിടെ സർവീസ് ഒന്നും ചെയ്തില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഇതിന് ഇൻകം ടാക്സ് അടയ്ക്കണമെന്നേ പറയുന്നുള്ളൂ. അല്ലാതെ സർവീസ് ചെയ്തില്ലെങ്കിലുള്ള ബാധ്യത ഇതാണ്. ഞാൻ സർവീസ് ചെയ്യാന്ന് പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം അനധികൃതമായിട്ട് വാങ്ങിച്ചാൽ നടപടി എടുക്കാം. ഇത് അനധികൃതമല്ല. അല്ല, അഡ്വക്കേറ്റ് ബലദേവ്, ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ സേനാപതി വേണുവോ ജയേന്ദ്ര മാഷോ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഇത് മുഖ്യമന്ത്രിയുടെ മകൾക്കാണ് സാർ കിട്ടിയിരിക്കുന്നത്. ഒരു കടലാസ് കമ്പനി രൂപീകരിച്ച ശേഷം അങ്ങനെയാണെങ്കിൽ എളുപ്പമാണല്ലോ. ഇതേപോലെ ഒരു കടലാസ് കമ്പനി രൂപീകരിച്ച് ഇതുപോലുള്ള ഇടപാടുകൾ നടത്തിയാൽ അതിന് സിവിൽ കേസുകൾ കോടതിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നോ ഇന്ത്യൻ പ്രസിഡന്റ് എന്നോ ഒന്നുമില്ല. കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ ആളറിയിക്കൽ ബിഫോറില്ല. അവിടെ മുഖ്യമന്ത്രിയുടെ മോളെന്നുള്ള കാര്യമൊന്നുമില്ല. അവിടെ ഒരു എഗ്രിമെന്റ് വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാം. അത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് അവിടെ പ്രത്യേകിച്ച് പ്രിവിലേജ് ഒന്നും ഇല്ല അവിടെ. അപ്പൊ അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് നിയമം അങ്ങനെ ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ ഇവിടെ SFIO അന്വേഷണമോ ED അന്വേഷണമോ വന്നപ്പോഴൊക്കെ എന്തിനാ ഹൈക്കോടതിയിലേക്ക് ഓടിയത് സാർ? തീർച്ചയായിട്ടും അത് ലീഗൽ റൈറ്റ് അല്ലേ. നമുക്കതിന് അന്വേഷണം വരുമ്പോൾ അതിനെതിരെ കോടതിയിൽ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഭരണഘടന പറയുന്നതാണ് എനിക്കെതിരെയുള്ള ഇത് രണ്ടും ഒത്തുപോകുന്നില്ല. ഒരു ഭാഗത്ത് പറയുന്നു ഇതിലൊരു കുഴപ്പമില്ല, വളരെ നിയമാനുസൃതമായിട്ടാണ് നടന്നത്. അല്ല, ഒരു മിനിറ്റ് അഡ്വക്കേറ്റ് ബലദേവ്, അഥവാ സേവനം കിട്ടിയില്ലെങ്കിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യാം, അതിലങ്ങ് തീർന്നു എന്ന് പറയുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ SFIO അന്വേഷണം വന്നപ്പോൾ എന്തിനാ കർണാടക ഹൈക്കോടതിയിൽ, അതുപോലെ ഇവിടെ KSIDC കേരള ഹൈക്കോടതിയിലും പോയല്ലോ? എത്ര ലക്ഷം രൂപയാണ് സാർ വക്കീൽ കൊടുത്തത്? നമ്മുടെ ഖജനാവിനല്ലേ പണം എടുത്തു കൊടുത്തത് അന്വേഷണം അറിയാൻ വേണ്ടി? എനിക്ക് പറയാൻ അവസരം എന്താ? എന്തുകൊണ്ടാ പോയത്? അൽനമ്പർ ചോദിച്ച ചോദ്യത്തിലുണ്ടൊരു ഉത്തരം ചോദ്യം തന്നെയുണ്ട്. കാര്യം എന്താ? ഇതിനകത്ത് ഞാൻ പറഞ്ഞാണ് നിയമപരമായ നടപടി. അങ്ങനെ ഒരു നിയമപരമായ നടപടിക്ക് പോസിബിലിറ്റി ഉള്ളപ്പോൾ എപ്പോഴും പറയും ഒരു സ്പെസിഫിക് സ്റ്റാറ്റ്യൂട്ട് നിലനിൽക്കുമ്പോൾ ആ രീതിയിലെ കേസ് പ്രൊസീഡ് ചെയ്യാവും. മറ്റു രീതിയിൽ പോയാൽ ആ കേസ് നിൽക്കില്ല. അത് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു സ്പെസിഫിക് സ്റ്റാറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ, ഇവിടെ ഉള്ളത് എന്താ? രണ്ടുപേര് തമ്മിലുള്ള ഒരു എഗ്രിമെന്റ്, ആ എഗ്രിമെന്റ് വയലേറ്റ് ചെയ്താൽ അതിനകത്ത് സിവിൽ ഡിസ്പ്യൂട്ടാണ്. അങ്ങനെ സിവിൽ ഡിസ്പ്യൂട്ട് നിൽക്കുമ്പോൾ അതിനെതിരെ കേസെടുത്താൽ അതിനെ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ ചലഞ്ച് കൊണ്ട് ഹൈക്കോടതിയിൽ അതാണ് അവർ പോയത്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ 2019 കേന്ദ്രം ഖനനം റദ്ദാക്കിക്കൊണ്ട് ഉത്തരവിറക്കി. എന്തുകൊണ്ട് ആ ഉത്തരവ് ഇവിടെ നടപ്പിലാക്കിയില്ല? അതും CM റിവ്യൂ ചെയ്തിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. റിവ്യൂ ചെയ്തിട്ടും എന്തുകൊണ്ട് അക്കാര്യത്തിൽ നടപടി ഉണ്ടായില്ല? 2023 വരെ ഖനനം തുടരാൻ ഇവർക്ക് എന്തിനനുമതി കൊടുത്തു? അത് ചോദ്യമാണ്. അതാണ് ആ ചോദ്യം പ്രസക്തമാണ്. പക്ഷെ ആ ചോദ്യവും ഈ പറയുന്ന 1.2 ഒരു കൂടി 72 ലക്ഷം രൂപയും ഈ ട്രാൻസാക്ഷനുമായി യാതൊരു ബന്ധവുമില്ല. കാരണം അതിന് ഈ പറയുന്ന മാത്യു കൊഴുനാടൻ MLAക്കും അല്ല, അതിൽ മാത്രം നിൽക്കില്ലല്ലോ. ഇതിൽ അങ്ങനെ ഒരു കേന്ദ്ര ഉത്തരവ് നിലനിൽക്കെ ഇവിടെ ഒരു സ്വകാര്യ കമ്പനിക്ക് കരിമണൽ ഖനനത്തിന് തുടർന്നും അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ നടത്തിക്കോ, നിങ്ങൾ ഖനനവുമായിട്ട് മുന്നോട്ട് പോയിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാർ അത് വെറുതെ അങ്ങനെ കൊടുക്കുമോ?
അല്ല അത് CMRL അങ്ങനെ കൊടുക്കുവോ? എന്തെങ്കിലും ലാഭമില്ലാതെ അങ്ങനെ അനുമതി കൊടുക്കുന്ന താങ്കൾ കരുതുന്നുണ്ടോ? താങ്കൾ വക്കീലിന്റെ കണ്ണിലൂടെ കാണാതെ താങ്കൾ കേരളത്തിലെ ഒരു പൗരൻ, സാധാരണ പൗരൻ എന്ന നിലയിൽ ഈ വിഷയത്തെ ഒന്ന് അല്ലല്ല ഞാൻ നമ്പ്യാര് സംസാരിച്ചത് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറയട്ടെ, ഇപ്പൊ ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. പക്ഷെ അതിനെതിരെ ഈ 2019 മുതൽ ഇങ്ങനെ ഒരു ഓർഡർ വന്നിട്ട് അതിനെതിരെ എവിടെയെങ്കിലും ബൈനിങ് നടക്കുന്നുണ്ടെങ്കിൽ ഈ 4-5 വർഷമായിട്ട് എന്തുകൊണ്ട് ഈ പറയുന്ന മാത്യു കുഴൽനാടനോ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, അന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ഇപ്പോൾ VD സതീശൻ, ഇവരെന്തുകൊണ്ട് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തില്ല? നിയമസഭയിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? നിയമസഭയിൽ അവർ ചോദിച്ചിട്ടില്ല. കാര്യം എന്താ അവർക്ക് ചോദിക്കാൻ പറ്റില്ല? ഈ നേതാക്കന്മാരെല്ലാവരും CMRൽ നിന്ന് കോടിക്കണക്കിന് രൂപ വാങ്ങിച്ചായിട്ട് CMRന്റെ ഡയറിയിലുണ്ട്, അന്നത്തെ വ്യവസായ മന്ത്രി കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവര്. അപ്പൊ അവർക്ക് ചോദിക്കാൻ പറ്റില്ല. UDF നേതാക്കന്മാർ കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ചോദിക്കാൻ പറ്റുമോ? എന്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് അത് അറിയേണ്ട കാര്യമില്ല? രാഷ്ട്രീയക്കാര് വാങ്ങിയോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് കൊടുത്തോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. പക്ഷേ ഈ മാത്യു കുഴൽനാടൻ എന്തുകൊണ്ട് ചോദിച്ചില്ല നാളിതുവരെ? ചോദ്യം പ്രസക്തമാണ്. ഇങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ ഈ നിയമം വയലേറ്റ് ചെയ്തത് CMRL എന്ന് പറഞ്ഞ കമ്പനിക്ക് ഖനനാനുമതി കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഫ്രീസ് ചെയ്തില്ല, അവർ വീണ്ടും ഖനനം ചെയ്യുന്നു, ഇതിനെതിരെ നടപടി എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ അന്വേഷണം, ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡർ വരുന്നത് എന്നാണ്? 2023 ആഗസ്റ്റിലാണ് ഈ ഓർഡർ വരുന്നത്. ഈ 2023 ആഗസ്റ്റ് വരെ അവർ എന്തോ ചെയ്യുമായിരുന്നു? ഒരു നിമിഷം അഡ്വക്കേറ്റ് ബലദേവ്, അഡ്വക്കേറ്റ് സേനാപതി വേണു, ആ ചോദ്യം ഞാൻ താങ്കളിലേക്ക് കൈമാറുകയാണ്. എന്തുകൊണ്ട് 4 വർഷം അനങ്ങാപ്പാറ സമീപനം സ്വീകരിച്ചു? അല്ല, ഈ നമ്പ്യാരെ, അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2019 ഈ ഉത്തരവ് ഇറങ്ങിയതിന് ശേഷം 4 വർഷക്കാലം നമ്മുടെ സംസ്ഥാനത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഗവൺമെന്റ് കേന്ദ്രം പാസാക്കിയ ഒരു നിയമം ആ സെക്കൻഡിൽ തന്നെ അത് ബാൻ ചെയ്യേണ്ട അല്ലെങ്കിൽ നിരോധിക്കേണ്ട ബാധ്യതയുള്ള ഒരു ഗവൺമെന്റ് ഇനി ആരെങ്കിലും ഇത് ചോദ്യം ചെയ്തില്ല ഇല്ലെങ്കിൽ പറഞ്ഞില്ല എന്നുള്ള കാരണം കൊണ്ട്, ഇപ്പം കള്ളനോട്ടടിക്കുന്നത് ആരും കണ്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കള്ളനോട്ടടി നിർബാധം തുടരുന്നു എന്ന് പറയുന്ന ഒരു ന്യായീകരണമല്ലേ ഇതിനകത്ത് ബൽദേവ് പറഞ്ഞ കാര്യത്തിലെ ഒരു വസ്തുതാപരമായ ഒരു പെശക്. അതായത് ബൽദേവ് അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ അകത്ത് ഈ 1.72 കോടി രൂപ ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? അത് വീണ വിജയനാണ് കിട്ടിയിരിക്കുന്നത്. കൊടുത്തിരിക്കുന്നത് ആരാണ്? CMRL ആണ് കൊടുത്തിരിക്കുന്നത്. ഈ CMRLന് ഇത് കൊടുത്തപ്പോ ഇവർക്ക് കിട്ടിയിരിക്കുന്ന ബെനിഫിറ്റ് എന്താണ്? 19 മുതൽ 23 അവസാനം വരെ ഇവർക്ക് ഖനനം നടക്കാനുള്ള അനുമതി കൊടുത്തിരിക്കുന്നു. ഈ അനുമതി പ്രത്യക്ഷമായിട്ട് അല്ലെങ്കിൽ പരോക്ഷമായിട്ടും ആരുടെ പ്രേരണ പ്രകാരമാണ് കൊടുത്തിരിക്കുന്നത്? അത് മുഖ്യമന്ത്രിയുടെ പ്രേരണ പ്രകാരമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് മുഖ്യമന്ത്രി ഇതിന്റെ അകത്ത് വരുന്നില്ല, ഇൻവോൾവ് ആകുന്നില്ല എന്നുള്ള അങ്ങയുടെ ന്യായീകരണം, ഇത് സിവിൽ എഗ്രിമെന്റ് ആണ്, സിവിൽ കരാറാണ് എന്നുള്ള അങ്ങയുടെ ന്യായീകരണം, അത് നിയമത്തിന്റെ മുമ്പിൽ അത് ഒട്ടും ഭൂഷണമല്ല. അത് തന്നെയുമല്ല, അങ്ങ് വസ്തുതകളെ വളച്ചൊടിച്ചുകൊണ്ടാണ്. കാരണം ഇവിടെ ബെനിഫിഷ്യറീസ് ആരാണ്? ബെനിഫിഷ്യറി എന്ന് പറയുന്നത് CMRL ആണ്. ബെനിഫിഷ്യറി ആർക്കാണ് പണം കൊടുത്തിരിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ മകൾക്കാണ് പണം കൊടുത്തിരിക്കുന്നത്. ആ പണം കൊടുത്ത വകയിൽ ഇവർക്ക് കിട്ടിയിരിക്കുന്ന ബെനിഫിറ്റ് എന്താണ്? ഇവർക്ക് കിട്ടിയിരിക്കുന്ന ബെനിഫിറ്റ് 2019 മുതൽ 23 അവസാനം വരെ അല്ലെങ്കിൽ 24 വരെ ഖനനം നടക്കാനുള്ള അനുമതി കിട്ടിയിരിക്കുന്നു. അനുമതി കൊടുത്തിരിക്കുന്നത് ആരുടെ ഉത്തരവ് പ്രകാരം അല്ലെങ്കിൽ ആര് അത് കണ്ണടച്ചതുകൊണ്ടാണ്? കേരളത്തിന്റെ മുഖ്യമന്ത്രി. അപ്പോൾ വളരെ സ്പഷ്ടമല്ലേ ഈ കാര്യം? മുഖ്യമന്ത്രി കണ്ണടച്ച് CMRLന് ഖനനം നടക്കാനുള്ള അനുമതി കൊടുത്തിരിക്കുന്നു. പക്ഷേ ബലദേവിന് ഈ പൊതുവേദിയിൽ അത് തുറന്ന് സമ്മതിക്കാൻ പറ്റില്ല. അല്ല, ഇതൊക്കെ നമുക്ക് തമ്മിൽ പറയാം, പക്ഷെ കോടതിയിൽ നിൽക്കില്ല. അല്ല, ഒരു മിനിറ്റ് ഞാൻ അതൊക്കെ സത്യസന്ധമായി വിജിലൻസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ, അതായത് തമിഴ്നാട്ടിൽ ഇന്നലെ ഒരു കേസിൽ ഒരു അധ്യാപിക ശിക്ഷിക്കപ്പെട്ടല്ലോ. ആ കോളേജിലെ വിദ്യാർത്ഥിനികളെ അല്ല, അത് കൊച്ചു കേസല്ലല്ലോ. കാര്യങ്ങൾ ചെയ്യാൻ ശിക്ഷിക്കപ്പെട്ടത് അഡ്വക്കേറ്റ് ബലദേവ്, അഡ്വക്കേറ്റ് സേനാപതി വേണു, ഒരു നിമിഷം. ജയേന്ദ്രൻ മാഷ് കുറെ സമയം വെറുതെ ഇരിക്കുക. മാഷെ, ഇത് പ്രത്യക്ഷമായിട്ട് തെളിവുകളില്ല, കണക്ട് ചെയ്യാൻ പറ്റില്ല, അഴിമതി നടത്തിയതിന് തെളിവില്ല, കോടതിയുടെ മുമ്പിൽ നിൽക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്താ മാഷിന്റെ നിരീക്ഷണം? നമ്പ്യാരെ, വളരെ സമർത്ഥമായിട്ട് വർഷങ്ങളായി കേരളത്തിലെ അമൂല്യവും വിലമതിക്കാനാവാത്തതുമായ മുതൽ ഒരുപറ്റം സ്വകാര്യ വ്യക്തികൾക്ക് കൊള്ള ചെയ്യാൻ എങ്ങനെയാണ് കേരളം കൂട്ടുനിന്നത്, അതിന്റെ വളരെ കൃത്യമായ ദൃഷ്ടാന്തമാണ് ഇവിടെ ഇപ്പോൾ റിവീൽ ചെയ്യപ്പെട്ടിരിക്കുന്നത്. നോക്കൂ,
കേരളത്തിന്റെ കടബാധ്യതകളും കേരളത്തിലെ യുവതലമുറയ്ക്കുള്ള സകലമാന പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള അത്രയും അമൂല്യമാണ് കേരളത്തിന്റെ തീരദേശത്തുള്ള കരിമണൽ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അത്തരം സമ്പത്ത് സ്വകാര്യ വ്യക്തികൾ കൊള്ള ചെയ്യരുത് എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് കേന്ദ്ര സർക്കാർ ഇത് പൊതുമേഖലയിൽ മാത്രമേ ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പാടുള്ളൂ, ഇത് ചൂഷണം ചെയ്യാൻ പാടുള്ളൂ നിയമം പാസ്സാക്കി. ആ നിയമമാണ് കേരളത്തിൽ ലംഘിക്കപ്പെട്ടത്. ആ നിയമം ലംഘിക്കപ്പെടുമ്പോൾ അതിനെല്ലാവരെയും വേണ്ടതുപോലെ കാണാൻ കെൽപ്പുള്ള ആളാണ് കരിമണൽ ഖനനത്തിന്റെ ആളുകൾ എന്ന് നമുക്കറിയാം. ഇവിടെ ഇപ്പൊ രണ്ടുപേരും ബൽദേവ് ആയാലും സേനാപതി വേണുവായാലും പരസ്പരം ചോദിക്കുമ്പോൾ പരസ്പരം മറച്ചു വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? ഈ സമ്പത്ത് കൊള്ള ചെയ്യുന്നതിൽ കേരളത്തിലെ ഭരണ പ്രതിപക്ഷ കക്ഷികൾക്ക് കൃത്യമായി മാസപ്പടി അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് തെളിവുകൾ അവരെ വിശേഷിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇത്തരമൊരു കാര്യം പുറത്താകുന്നത് എപ്പോഴാണ്? ഈ കമ്പനിയുടെ വരുമാനവുമായി ബന്ധപ്പെട്ട അവരുടെ ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കുമ്പോൾ അവരുടെ ഇൻകം ടാക്സ് റിപ്പോർട്ടിൽ അവർക്ക് ഇളവ് കിട്ടുന്നതിന് വേണ്ടി വഴിവിട്ട ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചതായി ശ്രദ്ധയിൽപ്പെടുന്നു. അപ്പോഴും ആർക്കും വലിയ വിരോധമൊന്നുമില്ല. കാരണം ആ സമയത്തൊന്നും കേരളത്തിലെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ രംഗത്ത് വന്നിട്ടില്ല. പക്ഷേ അർദ്ധ ജുഡീഷ്യൽ പദവിയുള്ള ഇൻകം ടാക്സ് ഇന്റീരിയംസ് ഡിപ്പാർട്ട്മെന്റിന്റെ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു ഉത്തരവ്, കോടതിയിൽ പോലും ചോദ്യം ചെയ്യാൻ പരിമിതിയുള്ള ഒരു ഉത്തരവ് വന്നപ്പോഴാണ് കേരളം ഒരു അത്ഭുതം കണ്ട് ഞെട്ടിത്തെറിക്കുന്നത്. അതിൽ PV ഉണ്ട്, KK ഉണ്ട്, RC ഉണ്ട്, OC ഉണ്ട്. ഇതൊക്കെ ആര് എന്നുള്ളതും വളരെ കൃത്യമായിട്ട് അവരുടെ റിപ്പോർട്ട് അവർ ചൂണ്ടിക്കാണിച്ചു. അപ്പോഴാണ് അന്വേഷണം. ഇവർ ഇത്തരത്തിൽ കൊള്ള ചെയ്ത മുതലിന്റെ പങ്ക് ആരൊക്കെ പറ്റിയിട്ടുണ്ട്, ആരുടെയൊക്കെ സഹകരണങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്, ആർക്കൊക്കെ ഇതിന്റെ ഗുണം കിട്ടിയിട്ടുണ്ട്. ഒരു കാര്യം ഇത് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കണ്ടെത്തണം. ഇതിൽ ലാഭം രാഷ്ട്രീയ നേതാക്കന്മാർക്കുണ്ട്, ഭരണകൂടത്തിൽ പങ്കാളികളായിട്ടുള്ളവരുണ്ട്. നഷ്ടം കേരളത്തിലെ പൊതുസമൂഹത്തിനാണ്. കേരളത്തിലെ പൊതുസമ്പത്താണ് കൊള്ള ചെയ്തിരിക്കുന്നത്. ആ പൊതുസമ്പത്ത് കൊള്ള ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയും കുടുംബവും, പണ്ടൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നു കൊള്ള മുതൽ കവരുന്നതെങ്കിൽ അതിന് കൃത്യമായിട്ട് ചില കണക്കുകൂട്ടലുമായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി എത്തി. അദ്ദേഹവും മകളുമായിട്ട് ഒരു ഇല്ലാത്ത കമ്പനി, അല്ലെങ്കിൽ ഒരു പ്രവർത്തനമില്ലാത്ത ഒരു കമ്പനി, അത് തട്ടിക്കൂട്ടി AKG സെന്ററിന്റെ പേരിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യുന്നു. ആ കമ്പനിയുടെ പേരാണ് എക്സാലോജി കമ്പനി. അടിമുടി ദുരൂഹതയാണ് ഈ കമ്പനിയുടെ പ്രവർത്തനത്തിനുള്ളത്. ഇത് അന്താരാഷ്ട്ര ഗൂഢാലോചനയിൽ പങ്കാളികളായ നിരവധി ആളുകളുടെ സഹായം ഉണ്ടായിരുന്നു. നോക്കൂ, ഇതിന്റെ മെന്റർ ജേക്ക് ബാലകുമാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെടുന്നു. അദ്ദേഹം പ്രൈസ് വാട്ടർ കൂപ്പർ എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര കൊള്ള സംഘത്തിന്റെ അല്ലെങ്കിൽ ഒരു ഏജൻസിയുടെ ഭാഗമാണ്. കോവിഡ് വിവര വിശകലനത്തിന് വേണ്ടിയിട്ടുള്ള കരാറുകൾ സ്പ്രിംഗ്ലർ എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ കമ്പനിക്ക് ഏർപ്പാട് ചെയ്യുന്നു. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരിക്കലും ദഹിക്കാവുന്ന ഒരു പ്രവർത്തനത്തിന് ഇരയാവുന്നതല്ല പ്രൈസ് വാട്ടർ കൂപ്പർ ആയാലും സ്പ്രിംഗ്ലർ ആയാലും. പൊതുജന ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഡാറ്റ വിറ്റിരിക്കുന്നു കേരളത്തിലെ എന്ന് ഞെട്ടിപ്പിക്കുന്ന സത്യവും കൂടെ പുറത്തു വന്നിരിക്കുന്നു. കേരളത്തിലെ കോവിഡ് പഠനത്തിന് നിയോഗിച്ച സ്പ്രിംഗ്ലർ കമ്പനിക്ക് കേരളത്തിലെ സാധാരണക്കാരന്റെ ആരോഗ്യ വിവരങ്ങൾ അത് നാളെ വിറ്റ് മരുന്ന് കമ്പനികൾക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ആരോഗ്യ വിവര ഡാറ്റകൾ അത് വിൽപ്പന നടത്തിയതിന്റെ ബുദ്ധി കേന്ദ്രവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളും മകളുടെ കമ്പനിയുമാണ്. ഇത്രയും ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ നമ്മുടെ സച്ചിൻ ബൽദേവ് പറയുന്നത് പോലെ കേവലം സിവിൽ ക്രിമിനൽ നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ മാത്രം ഈ വിഷയത്തെ ചർച്ച ചെയ്യുന്നത് കൊണ്ട് കാര്യമില്ല. ഇതിനകത്ത് വളരെ ആഴത്തിലും അടിത്തട്ടിലുമുള്ള ചില ബന്ധങ്ങളുണ്ട്, ചില കണ്ണികളുണ്ട്. ഒരുപക്ഷെ കേസിന് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഒരുക്കാൻ പറ്റിയ ആളുകളുണ്ട്. ഒരുപക്ഷെ നാളെ ഒരു മുഹൂർത്തത്തിൽ OCയും അല്ലെങ്കിൽ RCയും KKയും IKയും PVയും ഒരുമിച്ച് രമ്യതയിലെത്താനുള്ള സാധ്യതയും ഉണ്ടാകാം. അത് തകർത്തതാണ് മാത്യു കുഴൽനാടനെ സാംസ്കാരിക രാഷ്ട്രീയ കേരളം ഇന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കാരണം. ഇവിടെ വന്ന വാദഗതികൾ സച്ചിൻ ബൽദേവ് പറഞ്ഞ മാതിരി തന്നെയാണ്. ഇതിൽ ഒരു ചോദ്യമേ ഉന്നയിക്കുന്നുള്ളൂ. ഇവർ കൊടുത്ത ഇന്റീരിയം സെറ്റിൽമെന്റ് ബോർഡിൽ അവരുടെ തന്നെ വിശകലനത്തിൽ ആരാണോ തങ്ങൾക്ക് സേവനത്തിന് പ്രതിഫലം കൊടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് ആ കമ്പനി പറയുന്നു ഞങ്ങൾക്ക് സേവനം ലഭിച്ചിട്ടില്ല. അപ്പൊ ബൽദേവ് സാർ പറഞ്ഞ ഒരു കാര്യം വളരെ വ്യക്തമാണ്. അനധികൃതമായി വാങ്ങിയാൽ അതിന് നടപടിയുണ്ട്.
ബൽദേവ് സാർ, ഈ പ്രശ്നം കേരളത്തിന്റെ പൊതുപ്രശ്നമാകുന്നത് അനധികൃതമായിട്ടാണ് പിണറായി വിജയന്റെ മകളുടെ കമ്പനി പണം കൈപ്പറ്റിയത് എന്ന് പണം കൊടുത്ത കമ്പനി ഇന്റീരിയം സെറ്റിൽമെന്റ് ബോർഡ് മുമ്പാകെ മൊഴി കൊടുത്തിരിക്കുന്നു. അവർ പറയുന്നു ഞങ്ങൾക്കൊരു സേവനവും കിട്ടിയിട്ടില്ല. ഞാൻ ബൽദേവ് സാറിനോട് ചോദിക്കുന്നത്, സേവനം കിട്ടാതെ മാസാമാസം 5 ലക്ഷം 3 ലക്ഷം എണ്ണി ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരല്ലേ മാസപ്പടി? ഒരു പ്രതിഫലം കിട്ടാതെ, ഒരു സേവനവും കിട്ടാതെ, ഒരു പണിയും എടുക്കാതെ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകൾക്ക് വ്യക്തിപരമായും മകളുടെ പേരിലുള്ള കമ്പനിക്ക് അല്ലാതെയും പ്രതിമാസം 8 ലക്ഷം രൂപ വീതം 1,72,00,000 രൂപ കമ്പനി കണക്കിൽ കൊള്ളിച്ചത് അവരുടെ ലാഭം കുറച്ച് കാണിക്കാൻ വേണ്ടി, അഥവാ ഭാരതത്തിലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെയും കേരളത്തിലെ വരുമാനത്തിന്റെ നികുതി കണക്കാക്കുന്ന ഏജൻസികളെയും പട്ടാപ്പകൽ പറ്റിക്കാനുള്ള കൊള്ളയായിരുന്നു എന്നത് നമ്മൾ തുറന്ന് സമ്മതിക്കണ്ടേ? അല്ല, പക്ഷേ മാഷെ അവിടെ ചോദിക്കുന്നത് അത് CMRL-ഉം എക്സാലോജിക്കും തമ്മിലുള്ള പ്രശ്നമല്ലേ? നമുക്കൊക്കെ അതിലെന്താ കാര്യം എന്നല്ലേ ചോദിക്കുന്നത് ഇപ്പോ? അതിൽ 2 കാര്യമുണ്ട് നമ്പ്യാരെ. ഒന്ന്, CMRL-ഉം എക്സാലോജിക്കും കളിക്കുന്നത് അവരുടെ സ്വകാര്യ സ്വത്തല്ല. കേരളത്തിന്റെ കോടികൾ വിലമതിക്കുന്ന കരിമണൽ ഖനനം കേന്ദ്ര നിയമം പോലും അട്ടിമറിച്ചും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകളെ സ്വാധീനിച്ച് ആ നിയമത്തിനെതിരെ കണ്ണടച്ചുമാണ് എന്നതിന്റെ തെളിവുകളാണ് ഇന്ന് മാത്യു കുഴൽനാട് മുമ്പോട്ട് വെച്ചത്. അദ്ദേഹം ബൽദേവ് സാർ പറഞ്ഞ മാതിരി ഒരു കാര്യം ശരിയാണ്. CMRL-ഉം എക്സാലോജിക്കും തമ്മിലുള്ള ചില ഇടപാടുകൾ മാത്രമായിരുന്നെങ്കിൽ ജയചന്ദ്രനും അനിൽ നമ്പ്യാർക്കും മുതൽ വിഷമം വേണ്ടതില്ല. പക്ഷെ ഈ കവർന്നെടുക്കുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിന് അവകാശപ്പെട്ട കോടികൾ വിലമതിക്കുന്ന അമൂല്യങ്ങളായ ലോഹസമ്പത്തുള്ള കേരളത്തിന്റെ കരിമണലാണ്. ഈ കരിമണൽ കൊള്ള ചെയ്യുക മാത്രമല്ല, അങ്ങനെ കിട്ടിയ ലാഭത്തിന്റെ വിഹിതം എനിക്കും ബൽദേവ് സാറിനും സേനാപതി വേണുവിനും നികുതി പണമായി കിട്ടേണ്ട ഇൻകം ടാക്സിനെ പറ്റിക്കാൻ 1,72,00,000 രൂപ പിണറായിയുടെ മകളുടെ പേരിൽ കൊടുത്തു. അത് ലാഭത്തിൽ നിന്നല്ല, അത് ഞങ്ങളുടെ ചെലവാണെന്ന് പറഞ്ഞപ്പോഴാണ് IT വകുപ്പ് ചോദിക്കുന്നത്, ഇന്റീരിയർ സെറ്റിൽമെന്റ് ചോദിക്കുന്നത് ഇത് നിങ്ങളുടെ ലാഭമാണ്, ഇത് നിങ്ങൾ മറച്ചു വെക്കുകയാണ്, ഇത് നിങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത കൈക്കൂലിയാണ്, ഇത് പ്രതിഫലമില്ലാതെ കൊടുത്ത അനധികൃത സമ്പത്താണ്. അതിന്റെ പേരല്ലേ ബൽദേവ് സാർ കൈക്കൂലി എന്ന്? അതിന്റെ പേരല്ലേ മാസപ്പടി എന്ന്? അപ്പൊ ഇതിന്റെ നഷ്ടം കേരളത്തിലെ പൊതുസമൂഹത്തിനാണ്, ഭാരത സർക്കാരിനാണ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനാണ്. നമുക്ക് കിട്ടേണ്ട വികസന പണത്തിന്റെ പങ്കാണ് ഇവിടെ കൊണ്ടുപോയപ്പെട്ടിരിക്കുന്നത്. അതാണ് ഈ വിഷയത്തെ നടക്കുന്നത്. മാത്രമല്ല, ഇത് നേരാവണ്ണം അന്വേഷിച്ചാൽ നമ്പ്യാരെ ഇവർക്ക് മാത്രമല്ല, ഒരു കരിമണൽ കമ്പനി മാത്രമല്ല, വീണയ്ക്ക് മാസപ്പടി ലിസ്റ്റുള്ള കമ്പനികൾ ഏതൊക്കെയാണ്? ഇവിടെയാണ് പലപ്പോഴും കേരളത്തിലെ പൊതുസമൂഹം ചൂണ്ടിക്കാണിക്കുന്ന ജിഹാദി കമ്മ്യൂണിസ്റ്റ് ബന്ധം വെളിപ്പാകുന്നത്. നോക്കൂ, മാസപ്പടി കൊടുത്ത കമ്പനികൾ ഏതൊക്കെയാണ്? JDT ഇസ്ലാം ഓർഫനേജ് കമ്മിറ്റി. എന്തിനാണ് JDT ഇസ്ലാം ഓർഫനേജ് കമ്മിറ്റി ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ്, സേവനം നടത്തുന്ന ഒരു ട്രസ്റ്റ്, എന്തിന് കേരള മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി എണ്ണി കൊടുക്കണം? റിംസ് ഫൗണ്ടേഷൻ, ഐഡിയൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി, സാന്റാ മോണിക്ക സൊസൈറ്റി അബ്രോഡ് പ്രൈവറ്റ് സ്റ്റഡി അബ്രോഡ് പ്രൈവറ്റ് ലിമിറ്റഡ്, കുഞ്ഞിത്തറുവേയി മെമ്മോറിയൽ ട്രസ്റ്റ്, അനന്തപുരി എഡ്യൂക്കേഷണൽ ട്രസ്റ്റ്, അതിൽ അവസാനത്തെ പേരാണ് CMRL. നോക്കൂ, കേരളത്തിലെ മുഖ്യമന്ത്രിയെ സ്വാധീനിക്കാൻ, മുഖ്യമന്ത്രിയുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ, മുഖ്യമന്ത്രിയുടെ നാക്കും കൈകളും അരിഞ്ഞുകെട്ടാൻ, മുഖ്യമന്ത്രിക്ക് കൈക്കൂലി കൊടുക്കാൻ മകൾ ഒരു കമ്പനി ഉണ്ടാക്കുന്നു. ഇന്ന് ആ കമ്പനി ഇല്ല. ആ കമ്പനി AKG സെന്ററിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. ആ കമ്പനിയുടെ പ്രവർത്തനം ബാംഗ്ലൂരിലേക്ക് മാറ്റുന്നു. ഇപ്പോൾ ആ കമ്പനി ഇല്ല. കമ്പനിയെ കുറിച്ച് ചില പരാതികൾ ഉന്നയിച്ചപ്പോൾ കമ്പനിയുടെ വെബ്സൈറ്റ് അപ്രത്യക്ഷമാകുന്നു. അതിൽ അന്താരാഷ്ട്ര ബന്ധമുള്ള ചില ഏജൻസികളും ഇന്ത്യ നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ചില ഏജൻസികളും ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഒരിക്കലും ഐക്യപ്പെടാൻ കഴിയാത്ത സ്പ്രിംഗ്ലർ, പ്രൈസ് വാട്ടർ കൂപ്പർ പോലുള്ള അന്താരാഷ്ട്ര ഏജൻസികളുമായിട്ട് അവർ ബന്ധമുണ്ടാക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ബൽദേവ് സാറിനെ പോലെ ഉള്ളവരോട് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നത്, സാർ, ഇത് ആത്യന്തികമായി കമ്മ്യൂണിസത്തിനെതിരാണ്, ആത്യന്തികമായി കേരളത്തിലെ പൊതുസമൂഹത്തിനെതിരാണ്, കേരളത്തിലെ പൊതുഖജനാവിന് കിട്ടേണ്ട പണം നഷ്ടപ്പെട്ട വിഷയമാണ്. ഇത് കേവലം ഒരു മാർക്സിസ്റ്റുകാരും കോൺഗ്രസുകാരും BJP-ക്കാരും നമ്മുടെ രാഷ്ട്രീയ വിഷയത്തിനപ്പുറത്തേക്ക് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഉണ്ടാക്കിയിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ നഷ്ടത്തിന് മുഖ്യമന്ത്രി മകളുടെ പേരിൽ ഒരു കമ്പനി ഉണ്ടാക്കി. മാത്രമല്ല, ഇപ്പം അനിൽ നമ്പ്യാരെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യം, ഇതൊരു ഐസ്ബർഗിന്റെ അറ്റം മാത്രമാണ്.
ഒരുപക്ഷെ നിയമപരമായിട്ട് ഇത് എങ്ങനെ പോകും, കേരളത്തിലെ പൊതുഖജനാവിൽ എത്ര കോടികൾ മുടക്കി കേസ് അന്വേഷണം തടയുമെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഇന്ന് ഈ മാത്യു കുഴനാട് പുറത്തുവിട്ട ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ ഉത്തരവുകളൊക്കെ ഉണ്ടായിട്ടും ഈ തരത്തിൽ കേന്ദ്ര നിയമം, കേന്ദ്രത്തിലെ മൈനിങ് ഡയറക്ടർമാർ കൊടുത്ത കത്തുകൾ, സ്വകാര്യ കമ്പനികൾക്ക് നൽകിയ പാട്ടക്കരാർ റദ്ദാക്കണം എന്ന വ്യവസായ വകുപ്പ് സെക്രട്ടറിയുടെ മൈനിങ് ജിയോളജിക്കൽ വകുപ്പിന്റെ കത്ത്, ഇത്തരം സർപ്പം പോലെയുള്ള, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ സർപ്പം പോലെയുള്ള കടലാസുകളൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് കേരള ഗവൺമെന്റ് അനങ്ങിയില്ല? അനങ്ങിയില്ലെന്ന് മാത്രമല്ല, എന്തെങ്കിലും ദോഷം KRML വരുമെങ്കിൽ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ തന്നെ മറ്റൊരു കടലാസ് കൂടി അവർ കൊടുക്കുന്നു. അതും കേരളത്തിലെ യാതൊരു തരത്തിലും അംഗീകരിക്കാത്ത, ഒരുപക്ഷെ അതിന് ഭരണകൂടവുമായുള്ള ബന്ധമെന്ന് പറയുന്നത് റവന്യൂ വകുപ്പ് മന്ത്രി രാജനും മുഖ്യമന്ത്രിയുടെ മകളുടെ കെട്ടിയോൻ മരുമകൻ മന്ത്രിയുടെ ഡിപ്പാർട്ട്മെന്റായ ആ ഡിപ്പാർട്ട്മെന്റും ബന്ധപ്പെട്ടിട്ടുള്ള ടൂറിസം മന്ത്രിയും റവന്യൂ മന്ത്രിയും കണ്ണടച്ചിരിക്കുന്നു. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ ബൽദേവ് സാറേ, ഇത് താങ്കൾ പറയുന്ന മാതിരി കേവലം ഒരു നിയമപ്രശ്നമാണെങ്കിൽ എങ്ങനെയാണ് കേരളത്തിൽ ഇത്രയൊക്കെ ഉത്തരവുണ്ടായിട്ടും ഒരു കമ്പനി മുന്നോട്ട് പോയത്? അവർക്ക് പിന്നീട് ടൂറിസം വകുപ്പും റവന്യൂ വകുപ്പും നാട്ടിലുള്ള എല്ലാ നിയമവും ലംഘിച്ചുകൊണ്ട് അവർക്ക് ഒത്താശ ചെയ്തു കൊടുത്തത് ഭാര്യയ്ക്കും മകൾക്കും, ഒരുപക്ഷെ റിയാസിന്റെ ഭാര്യ, മുഖ്യമന്ത്രിയുടെ മകൾ, രണ്ടും ഒരാൾ തന്നെ, അവരുടെ പേരിൽ ഒരു കള്ളക്കമ്പനി ഉണ്ടാക്കി അതിനോട് കോടികൾ തട്ടിയെടുക്കാനുള്ള ഇത് കേരളത്തിലെ പൊതുജനാവിന്റെ നഷ്ടമല്ലേ? പൊതുസമൂഹത്തിന്റെ നഷ്ടമല്ലേ? ബൽദേവ് സാറിന്റെയും എന്റെയും കുട്ടികൾക്കുള്ള വികസനത്തിന് ഉപയോഗിക്കേണ്ട പണമല്ലേ നഷ്ടപ്പെടുന്നത്? അതുകൊണ്ട് ഇതിനെ വളരെ സമഗ്രമായിട്ട് അന്വേഷിക്കണം. അത് തടയാൻ ഏതറ്റം വരെയും പിണറായിയും മാർക്സിസ്റ്റ് പാർട്ടിയും പോയേക്കാം. നഷ്ടം ബൽദേവ് സാറേ നിങ്ങൾക്കും എനിക്കും നമ്മുടെ തലമുറയ്ക്കുമായിരിക്കും. അതുകൊണ്ട് തന്നെ കുഴൽനാടൻ തെളിവുകൾ ഗൗരവമായി പരിഗണിക്കേണ്ടതാണ്. പല നാൾ കള്ളൻ ഒരു ആൾ കുടുങ്ങുമെന്ന് പറഞ്ഞ മാതിരിയിൽ എത്ര നാൾ പിണറായി മുന്നോട്ട് പോകുമെന്നുള്ളത് നമ്മുടെ മുമ്പിലെ ചോദ്യം. യെസ് മാഷ് വളരെ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ പലതേ ഇതൊരു നിയമപ്രശ്നം മാത്രമല്ല, കേരളത്തിൻ്റെ പൊതുസമ്പത്താണ് കൊള്ളയടിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അന്വേഷിക്കേണ്ടതല്ലേ അത്.